കൊണ്ട് പാട്ടും പാടുന്നോണ്ട് കഞ്ചാവല്ലേ അല്ലേ. ഗെയിമിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മെച്ചവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാക്കി കാണും. ഇന്നലെ നമ്മള് സുമേഷ് അണ്ണനെ കണ്ട് ഒരു സെഡ്വാഗ വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു സെഡ്വാഗ വരുമ്പോൾ ഞാൻ എന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് രാവിലെ കോള് വന്നു, സുമേഷ് അണ്ണനായിരുന്നു. ആടാമത്തെ സെഡ്വാഗ വന്നിട്ടുണ്ട്, നീ വന്ന് നോക്ക്, നിനക്ക് ഇഷ്ടപ്പെട്ടാൽ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞായിരുന്നു. സോ നമ്മൾ ഇന്ന് രാവിലെ തന്നെ റെഡിയായി ഫുഡൊക്കെ അടിച്ച് ബീസ്റ്റ് ചെറുക്കനെ എടുത്തോണ്ടാണ് പോകുന്നത്. സോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നീക്ക് രണ്ടും കൂടെ അവിടെ വന്ന് അലമ്പുണ്ടാക്കല്ലേ, മര്യാദയിരിക്കണം കേട്ടല്ലോ. അത് നമ്മുടെ വർക്ക്ഷോപ്പിൽ നിന്ന് ആരെങ്കിലും ഒക്കെ പറഞ്ഞു വിടാടോ, അവര് വന്ന് എടുത്തോളും പിന്നീട്. പിന്നെ ഇനി എത്ര കിലോമീറ്റർ ഉണ്ട്? അടുത്തെത്തി ഒരു 1/2 കിലോമീറ്ററേ ഉള്ളൂ ഇനി. പിന്നെ രാവിലെ വർക്ക്ഷോപ്പും തുറന്നിട്ടിട്ട് അങ്ങനെ എവിടെ പോവാനാ? കിട്ടിയല്ലോ വെച്ചോണ്ടിരിക്കും. നിന്നെ കൊല്ലാനാണ് ഈ വഴി പോണത്. അയ്യോ എന്നെ കൊല്ലം കൊണ്ടോണേ, ആരെങ്കിലും ഒക്കെ രക്ഷിക്കേ. അയ്യോ 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 എന്നെ കൊല്ലം കൊണ്ടോണേ. ഈ കേജ് ഇങ്ങനെ പെടുത്തുറയെ പോലോടാ. നിങ്ങള് ഏത് കാര്യത്തിൽ കളിക്കണം അറിയത്തില്ല നിങ്ങൾക്ക്. എന്നെ അന്ന് ഇങ്ങനെ ഒരു കാട്ടിന്റെ നടുക്ക് കൊണ്ട് ഇറക്കി വിട്ടിട്ട് പോടാ. മതിയൊന്നാ കിണിച്ചത്. അപ്പൊ എന്റെ അവസ്ഥ ആലോചിച്ചോക്കടാ കൈ. മതി സംസാരിച്ചത്. സ്ഥലമെത്തി വാവാ. അണ്ണാ ഇതെന്തോ നമ്മളാ പോസ്റ്റർ ഒട്ടിച്ച് വെച്ചിരിക്കണത് ഒണ്ണക്സ് എന്ന് പറഞ്ഞ്. അത് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, നീ വാടയൊന്ന് ദാ വരണം. നിങ്ങൾ എവിടെ ഓടി പോണത്? പെട്ടെന്ന് വാട, അങ്ങേര് കുറച്ച് കഴിഞ്ഞ് ഒരു സ്ഥലം വരെ പോകുന്നാണ് പറഞ്ഞത്. ഓഹോ, ചുമ്മാ അല്ല ഇങ്ങനെ ഓടണം. നമ്മുടെ സെഡൊക്കെ ഇവിടെ കിടപ്പുണ്ട് കേട്ടാ, നമുക്ക് പോയി വണ്ടി ഒന്ന് ചുറ്റി നോക്കാം. ഫ്രണ്ടില് ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ, ടോപ്പ് ലൈറ്റ് അതുപോലെ തന്നെ ഫോഗ് ലാമ്പ് എല്ലാം പക്കയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ. പിന്നെ വീൽ കപ്പ് അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ പെയിന്റ് പോയിട്ടുണ്ട് കേട്ടാ, അപ്പോൾ ഇനി റീപെയിന്റ് അടിക്കേണ്ടി വരും മിക്കവാറും. പിന്നെ ഇഞ്ചിനിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് അറിയത്തില്ല, ഇനി സുമേഷ് അണ്ണനെ കണ്ട് ചോദിക്കണം. ബാക്കിലെ ലൈറ്റ് വർക്ക് എല്ലാം പക്കയാണ്, പെയിന്റ് കുറെ സ്ഥലത്ത് പോയിട്ടുണ്ട് കേട്ടാ. ഇതിൽ വേറെ ഒരു പ്രശ്നവും ഞാൻ മെയിനായിട്ട് കാണുന്നില്ല. അകത്ത് ക്യാബിനൊക്കെ ഫ്രഷ് പുതിയ വണ്ടിയുടെ പോലെ ഉണ്ട്. നമ്മുടെ സുമേഷ് അണ്ണൻ എടുക്കുന്ന വണ്ടികളെല്ലാം ഇങ്ങനെ തന്നെയാണ്. വണ്ടിയുടെ ഔട്ടർ പോർഷൻ ആണ് ഫുൾ പോയി കിടക്കുന്നത്, ഇന്റീരിയർ ഒരു കുഴപ്പവും കാണത്തില്ല. എന്തായാലും വണ്ടി കൊള്ളാം, റീപെയിന്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ വണ്ടി വേറെ ലെവലാകും. സോ എന്തായാലും നമുക്കിനി നമ്മുടെ സുമേഷ് അണ്ണനെ കണ്ട് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം. ഹലോ സുമേഷ് അണ്ണ, എവിടാ? അപ്പൊ ഇതിനാണല്ലേ തിരിച്ചടിയെന്ന് പറയണത്. അണ്ണ നിങ്ങളുടെ തലയിൽ ആരാണ് പെയിന്റ് അടിച്ചത്? നല്ല പട്ട് തീട്ട മാതിരി അടിച്ചതുപോലെ ഇരിക്കുന്നു. അണ്ണാ നമ്മുടെ സെഡൊക്കെ എടുക്കാൻ വന്നതാണ്. ഓ വണ്ടി ഉണ്ടല്ലോ, അപ്പോ അതിന്റെ പ്രൈസ് എന്ന് പറയുകയാണെങ്കിൽ 15C വരും. പിന്നെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ വണ്ടി 1 വർഷം ഓൾഡാണ്. പിന്നെ RC ബുക്ക്, പേപ്പർ, ബാക്കി എല്ലാ കാര്യങ്ങളും കയ്യിലുണ്ട്. അപ്പൊ നീ എടുക്കുകയാണെങ്കിൽ പറ, നമുക്കിപ്പോ തന്നെ സെറ്റ് ആയിരിക്കുന്നില്ല. പിന്നെ ഞാൻ എടുക്കാനല്ലേ വന്നത് അവിടെ നിന്ന് ഇതുവരെ. അങ്ങനെ കേട്ടാ നല്ല വിളിച്ച് പറയും. അപ്പൊ ക്യാഷ് എങ്ങനെയാണ്? ചെക്കാ, ക്രെഡിറ്റ് കാർഡോ ഓർ ജിപേ? 15 കോടിയല്ലേ ഉള്ളൂ, അപ്പൊ നമുക്ക് ജിപേ ചെയ്യാം, സീനില്ല. ഓക്കെ. അപ്പൊ നമ്മുടെ വണ്ടിയുടെ ഡീലിംഗ് എല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട്, ക്യാഷ് കൈമാറി, അതുപോലെ തന്നെ താക്കോലും കൈമാറിയിട്ടുണ്ട്. സോ നമുക്കിനി നമ്മുടെ സെഡ്വക എടുത്തുകൊണ്ട് നേരെ
നമ്മുടെ രമേശ് അണ്ണന്റെ കടയിലോട്ടാണ് പോകുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ റീപെയിന്റ് ചെയ്യാനാണ്. വണ്ടിയുടെ സൈഡിലുള്ള പെയിന്റ് ഒക്കെ കുറെ പോയിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് റീപെയിന്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ പോകുന്നത്. സൈഡ് നോക്കട, വണ്ടിയുടെ കേറുന്നില്ലല്ലോ അങ്ങോട്ട്. പോട്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ച് വളച്ചങ്ങ് പോയിക്കോ. പോട്ട് അതെയാണ് അങ്ങനെ തന്നെ പോട്ടെ, കുറച്ചും കൂടെ അത്രേ ഉള്ളൂ. ഇനി ഇവിടെ നോക്കണം. ലെഫ്റ്റ് സൈഡ് ഒന്ന് നോക്ക്, ജസ്റ്റ്. റൈറ്റ് കുഴപ്പമില്ല, ലെഫ്റ്റ് നോക്കിക്കോ. ലെഫ്റ്റ് സൈഡ് തീരില്ല, പോട്ടെ കുറച്ച് ഓടിച്ച് കയറിയാൽ അത്രേ ഉള്ളൂ. മതി. ഏവി, നിനക്കൊരു കാര്യം അറിയാമോ? നമ്മുടെ കെ വന്നിട്ടൊരു റാപ്പ് സോങ്ങറാണ്. പക്ഷേ തന്നെ എന്നാ ഒരു പാട്ട് പാടും. ഓടാ അങ്ങനെ ചുമ്മാ തള്ളി വിടണം. ഇവിടെ കെ കള്ളം പറയണോ? നീ അല്ലാടാ അന്ന് പറഞ്ഞത് എനിക്ക് പാടാൻ അറിയാം. അത് അന്ന് അറിയായിരുന്നു അണ്ണാ, ഇപ്പൊ എനിക്ക് അറിഞ്ഞൂടാ. അതെന്താ അറിഞ്ഞൂടാത്തത്? നീ പാടിയിട്ടേ ഞാൻ വണ്ടിയിൽ നിന്ന് നിന്നെ ഇറക്കി വിടുള്ളൂ. ശരി എന്നാ പാട്ട് പാടാം, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. നീ പാടേ, അതൊന്നും ഒരു വിഷയമേ അല്ല. ശരി, അപ്പൊ ഇന്നാ പിടിച്ചോ. കുറുകുതേ, അതായിരിക്കും മിക്കവാറും. അതൊന്നും അല്ലടാ, നീ ഒന്നും മിണ്ടാതിരിക്കോ. ഓക്കെ സാർ, ഞാൻ മിണ്ടാതിരിക്കാം. പാട്. റെഡി, 1 2 3 4. മോടി നീളമുള്ളത് കൊണ്ട് ജോലിയില്ലാത്തോണ്ട് പാട്ടും പാടുന്നുണ്ട്. കഞ്ചാവല്ലേ അല്ലേ, കയ്യിൽ വണ്ടിയുള്ളത് കൊണ്ട് ലൈസൻസ് ഇല്ലാത്തോണ്ട് യങ്ങായത് കൊണ്ട് കഞ്ചാവല്ലേ അല്ലേ. ഇവനെപ്പോഴും ഇവിടുണ്ട്, ഇവന്റെ കൂട്ട് ഫുള്ളും ഫ്രോഡ്. ഇവനാള് ശരിയല്ല, കഞ്ചാവല്ലേ അല്ലേ. മുടി നീളമുള്ളത് കൊണ്ട് ജോലിയില്ലാത്തോണ്ട് പാട്ടും പാടുന്നോണ്ട് കഞ്ചാവല്ലേ അല്ലേ. എന്റെ പൊന്നോ, ഇച്ചാതി പാട്ടാ. ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കി എടുക്കണത്? ഒരു രക്ഷയില്ല. സമ്മതിക്കണം ഗെയ്യിന്. എന്റെ പൊന്നൊക്കെ നീ വേറെ ലെവലുണ്ടല്ലോടാ. ഇത്രയും നല്ലൊരു പാട്ടുകാരനായിട്ടാണ് ഇവ ഇങ്ങനെ വന്നിരിക്കണത്. തന്നെണ്ണാ ഞാൻ അല്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഗിന്നസ് റെക്കോർഡ് അടിച്ചേനെ. അവൻ വീണ്ടും തുടങ്ങാൻ പോണേ ഉള്ളൂ അണ്ണാ. എന്തായാലും നാളെ ഞാൻ കെയുടെ കൂടെ പാട്ട് പഠിക്കാൻ പോകും. അണ്ണാ, ഞാൻ പുതിയ വണ്ടി എടുത്തായിരുന്നു, അതൊന്ന് റീപെയിന്റ് ചെയ്ത് തരുമോ? നീ പോയിട്ട് നാളെ രാവിലെ വാ, സെറ്റ് ആയിരിക്കും. ഓക്കെ അണ്ണാ, അപ്പൊ ഞാൻ പോയിട്ട് വരാം. ബൈ. അപ്പൊ ഇനി നമ്മൾ വണ്ടി ഇവിടെ വിട്ടിട്ട് നേരെ നമ്മുടെ ഏവിയുടെ വീട്ടിലോട്ടാണ് പോകുന്നത്. ഇന്ന് നൈറ്റ് അവിടെയാണ് സ്റ്റേ. സോ നമുക്ക് നാളെ കാണാം. അപ്പൊ ഇന്നലെ സുഖമായിട്ട് ഉറങ്ങി എണീറ്റു. ഇന്നാണ് നമ്മുടെ വണ്ടി റീപെയിന്റ് അടിച്ച് കിട്ടുന്ന ദിവസം. സോ നമ്മൾ വർക്ക്ഷോപ്പിന്റെ ഫ്രണ്ടിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇനി നമുക്ക് നേരെ പോയി നമ്മുടെ സെറ്റ് വർക്ക് എടുത്തുകൊണ്ട് സ്റ്റിക്കർ അടിക്കാൻ കൊണ്ടുപോകാം. വണ്ടി പെയിന്റ് അടിച്ച് ഫുൾ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ക്യാഷ് ഇന്നലെ തന്നെ സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ നമുക്കിനി വണ്ടി എടുത്തുകൊണ്ട് നേരെ ഗ്യാരേജിലോട്ട് വിടാം. ഇവിടെ എല്ലാം വണ്ടി കയറി. ഇതാരടാ ഫ്രണ്ടില് ബൈക്കും കൊണ്ട് നിർത്തി വെച്ചിരിക്കണം? അണ്ണാ വളച്ചിട്. നമുക്കറിയാം. പിന്നെ എന്ത് മുത്തേ, ഇപ്പൊ സെറ്റാക്കി തരാം. DJ Emma 2.5.
എവിടെയാണ് നിങ്ങളുടെ ഗാരേജ്? ദാ തൊട്ട് ഫ്രണ്ടിൽ. പൊളി പൊളി, വേറെ ലെവലാണ് നിങ്ങളുടെ ഗാരേജ്. അതിനിത് ഗ്യാരേജ് അല്ലടാ, വർക്ക്ഷോപ്പ് ഉണ്ടാ മണ്ട. നമുക്കറിയാണേ. അപ്പോൾ ഗൈസ് ഫൈനലി നമ്മുടെ വണ്ടി നമ്മുടെ ഗാരേജിൽ എത്തിച്ചിട്ടുണ്ട്. ഈ നമ്മുടെ സ്റ്റിക്കർ വർക്കിന്റെ പണി എന്തായാലും കുറച്ച് കഴിയുമ്പോൾ തുടങ്ങും. നമ്മളെല്ലാം വിളിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മുടെ ഗാരേജിൽ വർക്ക് ചെയ്യുന്ന 2 മച്ചാന്മാർ തന്നെയാണ് വണ്ടിക്ക് സ്റ്റിക്കർ അടിക്കുന്നത്. സോ നമുക്കിനി വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാം. അതിനുശേഷം നാളെ വന്ന് ഇതിന്റെ വർക്ക് ഏതുവരെ ആയെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ബൈ. The next day. ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ വർക്ക് ഏതുവരെ ആയെന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എനിക്ക് തോന്നുന്നു പകുതി സ്റ്റിക്കർ വർക്ക് മിക്കവാറും കഴിഞ്ഞ് കാണും. സോ അവിടെ പോയിട്ട് നോക്കാം. ബാക്കിൽ നമ്മുടെ സെക്യൂരിറ്റി വ്ളോഗ് എടുക്കുന്നുണ്ട്. എന്തായാലും നടക്കട്ടെ അവൻ്റെ കാര്യം. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോയി നോക്കാം. ഗൈസ്, ഐ ആം വെരി എക്സൈറ്റഡ് ആണ് ഗൈസ്. അങ്ങോട്ട് പോയി നോക്കാം എന്തായാലും. തള്ളേ, വണ്ടിയുടെ ഫുൾ സ്റ്റിക്കർ വർക്ക് കഴിഞ്ഞെന്ന് തോന്നുന്നു. എൻ്റെ മോനെ, പൊളി 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 കട്ടപ്പൊളി യാ മോനെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് കാണും, ഈ വണ്ടി ഡ്രൈവ് ചെയ്യുന്നത് ആരാണെന്ന്. അത് നമ്മുടെ ഡെവിൽ എയ്റ്റ്സ് മച്ചാനാണ്. സോ നമ്മൾ ഈ ഒരു വണ്ടിക്ക് കൊടുത്തിട്ടുള്ള എഡിഷൻ നെയിമും ഡെവിൽ എന്ന് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഗാരേജിലോട്ട് വന്ന 5ാമത്തെ വണ്ടിയാണ് ഈ ഒരു സെറ്റ് വക. ഇനി നമ്മളൊരു സെറ്റ് കപ്പയിലേയും കൂടെ എടുക്കും. അത് കഴിഞ്ഞ് നമുക്ക് വേറെ ഏതെങ്കിലും വണ്ടികളൊക്കെ സെറ്റാക്കാൻ പേടിക്കണ്ട. പിന്നെ നമ്മുടെ വണ്ടിയുടെ തീം എന്തുകൊണ്ടാണ് മാറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒണ്ണസ് അറിയാമല്ലോ, അതിന്റെ തീം എങ്ങനെയാണ്? ഫുൾ വൈറ്റില് സെൻട്രൽ മാത്രം ഒരു ഡിഫറൻറ്റ് കളറിന്റെ ഡിഫറൻസ് വരും. അതുപോലെ തന്നെയാണ് നമ്മുടെ തീം സെയിം ആണ്, പക്ഷെ കളറിന് വ്യത്യാസം വരും. അതാണ് നമ്മളിവിടെ എല്ലാ വണ്ടികൾക്കും കൊടുക്കുന്നത്. ആ ഒരു രീതിക്ക് എടുക്കാനാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടി എങ്ങനെ ഉണ്ടെന്ന് ജസ്റ്റ് താഴെ നിന്ന് കമന്റ് ചെയ്യുക. എല്ലാവർക്കും സ്കിൻ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. സ്കിന്നിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കാണും. അതുപോലെ തന്നെ ഇത് നമ്മുടെ ടീം ട്രാവലേഴ്സിന്റെ സെറ്റ് വെഗ മോഡാണ്.